89.6 FM Sargakshetra SK Junction. Good morning. Welcome to SK Junction only on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ജംഗ്ഷനിൽ നമ്മൾ ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർട്ടിന് ശേഷം കുറേയധികം അപ്ഡേഷൻസ്, ഇൻഫർമേഷൻസ് ഒക്കെ കേട്ടാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. ആൻഡ് കുറച്ചുകൂടി നമ്മൾ ഇൻഫോർമേറ്റീവ്ലി ഒന്ന് അപ്ഡേറ്റഡ് ആവാൻ പോവാണ്. ആൻഡ് നമ്മൾ എല്ലാവരും ഓൾമോസ്റ്റ് അറിഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ തന്നെ പലർക്കും ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ പറയാൻ പോകുന്നത്, എന്നോടൊപ്പം വന്നിരിക്കുന്ന ആ ഒരു എക്സ്പേർട്ട് പറയാനായിട്ട് പോകുന്നത് എന്നുള്ളത്. ഞാൻ ഇനി അധികം സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് എന്താണ് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നതിന്റെ ഒരു ഒറിജിൻ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എന്തായിരുന്നു ഒരു ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ചുറ്റുപാട്, അല്ലെങ്കിൽ ആരാണ് ഒരു ഉപഭോക്താവ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു, മനസ്സിലാക്കി, അറിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്നത്, കുട്ടികളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതും. പക്ഷെ അതിന് മുൻപുള്ള ഒരു പാർട്ട് എന്തായിരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ഇൻട്രൊഡക്ഷൻ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ തുടർന്ന് വരികയാണെങ്കിൽ ഞാൻ വീണ്ടും അച്ഛനെ സ്വാഗതം ചെയ്യാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക്. നമ്മുടെ സ്വന്തം സോൾട്ട് എന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ഫാദർ ഫ്രാൻസിസ് വള്ളപ്പുരച്ചൻ. അച്ഛാ, വീണ്ടും സ്വാഗതം, ഏറ്റവും സന്തോഷത്തോടു കൂടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാം ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണല്ലേ. എനിക്ക് തോന്നുന്നു പല സിനിമകളും ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞാൽ അതിന്റെ രണ്ടാം ഭാഗം വരുമല്ലോ, അതുപോലെയാണ് ഇപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി പറയാനായിട്ട് ഓടി വന്നിരിക്കുന്നത്. സോ വളരെ ശക്തിയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഇതൊരു തുടർകഥയാണ്. ഇത് ബാർട്ടർ സിസ്റ്റത്തിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. തീർച്ചയായിട്ടും. ആൻഡ് ഇപ്പൊ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2019 നിയമത്തിന്റെ പുതിയ വ്യവസ്ഥകളെ പറ്റിയിട്ടാണ് അല്ലേ അച്ഛാ? ഇതിനും ഒരു പശ്ചാത്തലമുണ്ട്. ഓക്കെ. കാര്യം ഈ നിയമങ്ങൾ മാറുന്നത് പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്ത് അത് ബുദ്ധിമുട്ടിലാക്കുമ്പോഴാണ് ഒരു നിയമം ഉണ്ടാകുക. തീർച്ചയായിട്ടും ഇതിനൊരു പശ്ചാത്തലമുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാല്, നമ്മളിപ്പം ശിലായുഗത്തിൽ എന്ന് പറഞ്ഞൊരു യുഗത്തെ കുറിച്ച് നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ പഠിക്കും. ശിലായുഗം, ആ ശിലായുഗം കഴിഞ്ഞ് നമ്മൾ ഈ കടന്നുപോയൊരു യുഗം എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് യുഗമുണ്ട്. ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ യുഗമാണ്. ഡിജിറ്റൽ യുഗം, ഈ ഡിജിറ്റൽ യുഗം നമ്മുടെ കൊടുക്കൽ വാങ്ങൽ രംഗത്ത് ഈ ഡിജിറ്റൽ യുഗം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതൊത്തിരി വ്യത്യസ്തമായ രീതിയിൽ, ആ വ്യത്യസ്തത ഏറ്റവും കൂടുതൽ ഉപഭോക്താവില് ആണ് ഉണ്ടാകുക. അതാണ് ശിലായുഗത്തിൽ നിന്ന് ഡിജിറ്റൽ യുഗത്തിലേക്ക് വരാണ്. നമ്മുടെ കേരളത്തിലെ ഈ കോട്ടയമാണ് ആദ്യം ലിറ്ററസിയിലെ അക്ഷരനഗരി എന്നും എല്ലായിടത്തും നമ്മൾ കോട്ടയത്തേക്ക് എത്തുമ്പോഴേ, നാഗമ്പടം ആ പാലത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര അക്ഷരങ്ങളുടെ പ്രളയമാണ് അവിടെ. അവിടെ ഒരു സർക്കിൾ പോലെയുണ്ട് ആ അക്ഷരങ്ങളുടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു 100% നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിൽ പോലും ഇല്ലേ? ഇന്ത്യയിൽ. അത് കഴിഞ്ഞ് പിന്നെ നിയമസാക്ഷരത അങ്ങനെ ഒരു സാക്ഷരത ഉണ്ട് കേട്ടോ. നിയമസാക്ഷരത, എല്ലാവരും നിയമത്തിൽ സാക്ഷരരായി തീരുക, നിയമസാക്ഷരതയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷൻ കേൾക്കുന്നതിലൂടെ പലരും നിയമസാക്ഷരത കൈവരിച്ചിരിക്കും. അവർ പ്രായോഗികമായിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള നിയമങ്ങൾ എങ്കിലും അറിഞ്ഞിരിക്കണം. കൺസ്യൂമർ എഡ്യൂക്കേറ്റഡ് ഈസ് കൺസ്യൂമർ പ്രൊട്ടക്റ്റഡ്. നമ്മുടെ ഒന്നാം ഭാഗത്തിന്റെ വലിയൊരു മെസ്സേജാണ്. തീർച്ചയായിട്ടും 2019 ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളൊക്കെ എന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഈ നിയമത്തെ നമ്മൾ ഉണ്ടായിരിക്കണം. ഇ കൊമേഴ്സിന്റെ ഒരു കാലമാണ്. അപ്പോൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രത്യേക കാലഘട്ടത്തിലും നോളജ് ഈസ് പവർ, കൺസ്യൂമർ എഡ്യൂക്കേറ്റഡ് ഈസ് കൺസ്യൂമർ പ്രൊട്ടക്റ്റഡ് എന്നുള്ള സിദ്ധാന്തം വളരെ ശക്തമായ ഒരു സിദ്ധാന്തമാണ്. ഇതിനകത്ത് 2019 ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇനിയും 1986 നിന്നും ഒത്തിരി വ്യത്യാസമാണ്. ഇത് രണ്ടും കൂടെ ഒരു താരതമ്യ പഠനം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് ആ താരതമ്യത്തെക്കുറിച്ച് പറയാം. ഇനിയും ഇ കോമേഴ്സ് വാണിജ്യം ശക്തിപ്പെടുന്ന കാലത്ത് ഓൺലൈനായിട്ട് നമുക്ക് പരാതി നൽകാം. ഉപഭോക്താവിന് ഓൺലൈൻ പരാതികൾ നൽകാമെന്ന ഒരു കാലഘട്ടമാണ് ഇത്. പിന്നെ വീഡിയോ കോൺഫറൻസ് വഴി ഹിയറിംഗ് നടത്താവുന്ന ഒരു കാലഘട്ടം, വീഡിയോ കോൺഫറൻസിലൂടെ. അതാണ്
ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന്. തർക്കപരിഹാരം വേഗത്തിൽ ആക്കാനുള്ള വ്യവസ്ഥകൾ, കുറച്ചുകൂടി സ്പീഡി റിക്കവറി എല്ലാ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ കേസുകളുടെ പെൻഡിങ് കേസുകളുടെ നമ്പർ കേട്ട് നമുക്ക് അതിശയിക്കും. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ കിടക്കുന്ന പെൻഡിങ് കേസുകൾ പോലും ഭയങ്കരമാണ്. നമ്മുടെ ജീവിതത്തെ വളരെയധികം പെൻഡിങ്ങിലാക്കുന്ന സംഭവമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ തർക്കപരിഹാരം വേഗത്തിൽ നടക്കാനുള്ള ഒരു സംവിധാനം ഈ നിയമത്തിലുണ്ട്. പിന്നെ മധ്യസ്ഥതയാണ് വേറൊരു കാര്യം. മധ്യസ്ഥത മീഡിയേഷനാണ്. അതിൻ്റെ ഒരു അധ്യായം തന്നെയുണ്ട്. മീഡിയേഷൻ ഒരു അധ്യായം തന്നെയുണ്ട്. പിന്നെ അടുത്തതാണ് ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തിലുള്ള മധ്യസ്ഥ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നതാണ് വേറൊന്ന്. ഈ 2019 നിയമത്തിന്റെ പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത്. പ്രത്യേകതകൾ 3 സ്ഥാപനങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. ഉപഭോക്തൃ സമിതികളുണ്ട്, ഉപഭോക്തൃ കമ്മീഷനുണ്ട്, കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി ഉണ്ട്. ഈ ഉപഭോക്തൃ സമിതികളും ഉപഭോക്തൃ കമ്മീഷനും 1986 തന്നെ ഉണ്ടായിരുന്നതാണ്. പിന്നീടാണ് കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി എന്ന് പറയുന്നത് 2019 നിയമത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നതാണ്. പിന്നെ അടുത്ത പ്രത്യേകത, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളെ കുറിച്ചുള്ള ഉപഭോക്താവിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് അതിൽ ചെയ്തിരിക്കുന്ന പ്രത്യേകതകൾ, ഉത്പന്ന നിർമ്മാതാവ്, പരസ്യ നിർമ്മാതാവ്, അവരുടെയൊക്കെ സെലിബ്രിറ്റികള്, പിന്നെ സിനിമാ താരങ്ങളെ കൊണ്ട് ഇവരെല്ലാം ശിക്ഷിക്കപ്പെടുന്ന ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഒരു പരസ്യം കൊടുത്താൽ, നമ്മളൊരു സോപ്പിനെ കുറിച്ച്, ഒരു സൗന്ദര്യക്കാരിയെ കൊണ്ട് ഒരു സോപ്പ് ഉപയോഗിക്കുന്ന ആള് എന്ന് പറഞ്ഞു പരസ്യം കൊടുക്കുമ്പോൾ ആ സോപ്പ് ഉപയോഗിച്ച് ചൊറിച്ചിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് ഫ്രോഡുലൻ്റ്, കബളിപ്പിക്കുന്ന ഒരു പരസ്യമാണ്. ആ പരസ്യക്കാര് എല്ലാം ശിക്ഷിക്കപ്പെടുന്ന സംഭവം. തീർച്ചയായിട്ടും ഉൽപ്പന്നക്കാരൻ, വിൽപ്പനക്കാരൻ, പരസ്യം കൊടുക്കുന്നയാള്, ആ സെലിബ്രിറ്റി ഉപയോഗിക്കുന്നയാള്, സെലിബ്രിറ്റിയും പണിഷബിൾ. കാരണം ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു സെലിബ്രിറ്റി ആയിരിക്കും. കാരണം അവരെ കണ്ടിട്ടാണ് നമ്മൾ വിശ്വസിച്ച് പോകുന്നത് ആ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ. ആൻഡ് ആ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് പകരം അതിന് ദോഷമാണ് ഫലമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അതിന് ഒരു നീതി കിട്ടണമല്ലോ. ഇത് വളരെ നീതി കിട്ടണം. അല്ല, ഈ പരസ്യത്തെ സംബന്ധിച്ച് നമ്മുടെ 1986 നിയമത്തെക്കാളും ശക്തമായ ഒരു നിയമമാണ് 2019 വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അല്ലെ. പാട്ടിന്റെ ശേഷം നമ്മൾ തിരിച്ചെത്തുമ്പോൾ 2019 പുതിയ വ്യവസ്ഥകളെ പറ്റി, നിയമത്തിന്റെ പുതിയ വ്യവസ്ഥകളെ പറ്റി നമ്മൾ അറിയും, കേൾക്കും. SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത്. അന്ന 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് അന്നയാണ്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് സോൾട്ട് പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് വള്ളപ്പുര CMI ആണ്. അച്ഛാ, നമ്മൾ 2019 നിയമത്തിന്റെ പുതിയ വ്യവസ്ഥകളെ പറ്റിയിട്ടാണ് ഷെയർ ചെയ്തത്. അതിൽ പരസ്യത്തെ പറ്റി നമ്മൾ സംസാരിച്ചല്ലേ. പരസ്യത്തിലൂടെ തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുന്നത് വഴിയുള്ള ഒരു നിയമത്തിനെ പറ്റിയിട്ടുള്ള സംസാരിച്ചായിരുന്നു. എത്രത്തോളം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പ്രശ്നം വരുന്നതെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് അവർ ആരൊക്കെ ആ പരസ്യത്തിൽ ഇൻവോൾവ് ആണോ അവരെല്ലാവരും ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നു. ആൻഡ് തുടർന്ന് വരികയാണെങ്കിൽ മറ്റെന്തൊക്കെ വ്യവസ്ഥകളാണ് അച്ഛാ നിലവിലുള്ളത്? അതെ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം 2019 നിയമത്തിൽ കുറച്ചുകൂടെ കാർക്കശ്യമാക്കി എന്നുള്ളതാണ് നമുക്ക് 1986 നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ഉത്പന്ന ബാധ്യത എന്നാണ്. പ്രോഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയും. ഉത്പന്ന ബാധ്യത നമ്മൾ പലപ്പോഴും ഒരു ഉത്പന്നം മാർക്കറ്റിലുണ്ട്. ഈ ഉത്പന്നത്തിൻ്റെ അപ്പനാരെന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായി. ഇതിൻ്റെ അതാണ് പലപ്പോഴും നമ്മുടെ ഉപഭോക്തൃ കോടതി ഒരു പ്രശ്നം, ഉപഭോക്തൃ കോടതിക്ക് പോലും പ്രശ്നം സൃഷ്ടിക്കുന്ന സംവിധാനമാണ്. അതിൻ്റെ ഉറവിടം എവിടെയാണ്? ഈ വിൽപ്പനക്കാരൻ സമ്മതിക്കത്തില്ല. വിൽപ്പനക്കാരൻ പറയും ഞാനല്ല ഉണ്ടാക്കിയത്, അത് എവിടെ നിന്നാണോ നിങ്ങൾ കണ്ടുപിടിച്ചു, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയും. അങ്ങനെ ഒഴിവുകഴിവുകൾ ഒത്തിരി വരും. ഇതിനകത്ത് 86 2019 നിയമങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ ഉത്പന്ന ബാധ്യത മറ്റൊരു വിഷയമാണ്. മീഡിയേഷൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യത്യാസമാണ്.
പിന്നെ 8 അധ്യായങ്ങളും 107 സെക്ഷനുമുള്ള ഒരു നിയമമാണ് 2019 നിയമം. ആദ്യം ഉണ്ടായിരുന്നത് 4 അധ്യായവും 31 വകുപ്പുകളും മാത്രമുള്ള വളരെ ശോഷിച്ച ഒരു നിയമമായിരുന്നു നമുക്ക് 1986 എന്ന് പറയുന്നത്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നാണ് ഇപ്പോഴാക്കിയിരിക്കുന്നത്. അത് തർക്ക പരിഹാര കമ്മീഷൻ നേരത്തെ ഫോറം എന്നൊക്കെ ആയിരുന്നു, ഫോറമും കോടതിയും എന്നൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പം 1986 ഫോറം എന്നൊക്കെ കോടതി എന്നൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നാണ്. കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി എന്ന് പറയുന്നത് 2019 പ്രത്യേകതയാണ്. ഓക്കെ, ഇനി നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ഇനി അറിയാനായിട്ട് പോകുന്നത്. പക്ഷെ പലരും മറന്നുപോയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ കൃത്യമായിട്ട് അറിയാൻ പോകുന്നത്. അത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്താണ് എന്നുള്ളതാണ്. സോ ഉപഭോക്താവ്, അതായത് നമ്മൾ എല്ലാവരും ഒരു കൺസ്യൂമർ തന്നെയാണ്. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള അവകാശങ്ങളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള റൈറ്റ്സ് ഉണ്ട് നമ്മളത് കൃത്യമായിട്ട് അറിയേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പാട്ടിന് ശേഷം അത് കൃത്യമായിട്ട് അറിയും. കേട്ടോണ്ടേയിരിക്കൂ SK ജംഗ്ഷൻ. കൂടെയുള്ള തന്നെയാണ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് സോൾട്ട് എന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഫാദർ ഫ്രാൻസിസ് വള്ളപ്പുര CMI ആണ്. മെയിൻ ഒരു പോയിന്റിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഓരോ ഉപഭോക്താവിന്റെയും അവകാശങ്ങൾ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെ. പല കുട്ടികളും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ പലർക്കും കൃത്യമായിട്ടുള്ളൊരു ധാരണ ആക്ച്വലി ഈ ഒരു വിഷയത്തെ പറ്റി ഉണ്ടാവില്ല. ഏതൊക്കെ തരത്തിലുള്ള അവകാശങ്ങളാണ് ഓരോ കൺസ്യൂമറിനും ഉള്ളത്? നമ്മള് വലിയൊരു ഹോളിഡേയ്സിന് പകരം മിഡ്സമ്മർ ഹോളിഡേയ്സ് എന്നാണ് നമ്മൾ പറയുക. ഹോളിഡേയ്സ് സ്കൂള് തുറന്ന ഒരു കാലഘട്ടമാണ്. ഈ സ്കൂൾ തുറന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സിനെ സൃഷ്ടിക്കുന്ന ഒരു വലിയ കാലമാണ്. സത്യമാണ്. ഏറ്റവും കൂടുതൽ ബാഗ്, കൊട, പുസ്തകം, അങ്ങനെ യൂണിഫോം, അങ്ങനെ തകൃതിയായിട്ട് മാതാപിതാക്കൾ, അങ്ങനെ എല്ലാ മേഖലകളും സത്യമാണ് കേട്ടോ. എല്ലാ മേഖലയും ഒരു ഓണത്തെക്കാളിലും ഉപഭോക്താക്കൾ കൂടുന്ന. ഓണത്തിനൊരു പക്ഷേ നമ്മൾ കാറും മിക്സിയും ഒരുപക്ഷെ ഗൃഹോപകരണങ്ങൾ മേടിക്കുമ്പോൾ ഇത് കുട്ടി ഉപകരണങ്ങൾ മേടിക്കാൻ കുട്ടികളെ സംതൃപ്തിപ്പെടുത്തുക, അവരെ സന്തോഷിപ്പിക്കുക, ആ ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം. ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടാകുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, ചർച്ച ചെയ്യണം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, പിന്നെ ആവലാതികൾ പറയാനും കേൾക്കപ്പെടുവാനുമുള്ള അവകാശം. അങ്ങനെ 4 നിയമങ്ങൾ പഴയൊരു സംഭവത്തിൽ നിന്നും ഉണ്ടായതാണ്. അത് ജോൺ എഫ് കെന്നഡിയുടെ കൺസ്യൂമർ ബിൽ ഓഫ് റൈറ്റ്സ് എന്നതിൽ നിന്നുമാണ്. അതിനുശേഷം ജെറാൾഡ് ഫോർഡ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒരു അവകാശം കൂടെ കൂട്ടിച്ചേർത്തു. അത് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നുള്ള റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അതാണ് സോൾട്ട് ഒത്തിരി ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഇന്ന് നമ്മള് സർഗക്ഷേത്രയുടെ മാധ്യമത്തിലൂടെ നമ്മളത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ആ സർഗക്ഷേത്രയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പിന്നെ അന്താരാഷ്ട്ര തലത്തില് പരാതികൾ പരിഹരിച്ചു കിട്ടുവാനുള്ള അവകാശം, ആരോഗ്യപരമായ സ്ഥിതി ജീവിക്കാനുള്ള അവകാശം, അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള അവകാശം. അങ്ങനെ 3 നിയമം കൂടി അന്താരാഷ്ട്ര സംഘടന കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര സംഘടനകൾ കൂട്ടിച്ചേർത്ത 3 അവകാശങ്ങൾ. അപ്പോൾ നമ്മൾ കൺസ്യൂമർ റൈറ്റ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മളിപ്പോൾ അറിഞ്ഞു, കേട്ടു, മനസ്സിലാക്കി. ഇനി ഇത് മറക്കരുത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട്, നമുക്ക് ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു അവകാശങ്ങളിലൂടെ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഓരോരുത്തർക്കും വാങ്ങിച്ചെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം നമ്മൾ ഇനി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യത്തെ പറ്റി ഫ്രാൻസിസ് അച്ഛൻ നമ്മോടൊപ്പം ഷെയർ ചെയ്യും. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM.
കാതോരം കരുതലായി കാലത്തിനൊപ്പം. സോ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം SK ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നത് ഫാദർ ഫ്രാൻസിസ് വള്ളപ്പുര CMI ആണ്. ഫാദർ നമ്മുടെ സോൾട്ട് എന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറാണ്. അച്ഛാ, നമ്മള് കൺസ്യൂമറിന് ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടു. യെസ്, അങ്ങനെ ഏകദേശം 8ഓളം അവകാശങ്ങൾ ഒരു ഉപഭോക്താവിനുണ്ട്. പലപ്പോഴും പക്ഷെ അത് ഒരു കൺസ്യൂമറിന് അറിയില്ല, അല്ലെ? നമ്മളിപ്പോ കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് SK ജംഗ്ഷനിലൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അച്ഛാ എനിക്ക് ചോദിക്കാനുള്ളത്. ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് ഒരു കൺസ്യൂമറിന് ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ ആ കൺസ്യൂമറിന് എങ്ങനെ പരാതി നൽകാൻ, അല്ലെങ്കിൽ ആർക്കൊക്കെ പരാതി നൽകാനായിട്ട് കഴിയും? നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങളെ കുറിച്ചാണ്. ഈ അവകാശങ്ങള് ഇതിന്റെ സോഴ്സസ് ഗ്ലോബൽ ലെവലിലും സംഘടനകളിലൂടെയും ഒക്കെ വളർന്ന വലുതായിട്ടുള്ള ഒരു സംഭവമാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് പരാതി നൽകാൻ ആർക്കൊക്കെ കഴിയും? അതെ, ചുമ്മാ വഴിയെ നടക്കുന്നവർക്കൊന്നും പരാതി നൽകാൻ പറ്റില്ല. കബളിപ്പിക്കുന്ന അങ്ങനെ പരാതികള് ഒത്തിരിയുണ്ട്. കബളിപ്പിക്കൽ പരാതി, ഫ്രോഡുലന്റ് പരാതികൾ എന്ന് പറയുന്നത്. ആർക്കാണ്? ഉപഭോക്താവിന് തീർച്ചയായിട്ടും പരാതി നൽകാൻ അവകാശമുണ്ട്. ഒരു ഉപഭോക്താവായിരിക്കണം. ആ ഉപഭോക്താവ് ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിരവധി ഉപഭോക്താക്കൾക്കൊന്നുചേർന്ന് പരാതിപ്പെടാൻ സാധിക്കും. അതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു ഉപഭോക്താവിന് സംഭവിച്ചത് ആ മണ്ഡലത്തില് അല്ലെങ്കിൽ ആ ഗ്രാമത്തില് എല്ലാം സംഭവിക്കുകയാണെങ്കിൽ അവരെല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ഉപഭോക്താവായിട്ട് ഒരു കളക്റ്റീവ് ഉപഭോക്താവ് കംപ്ലൈന്റ് കൊടുക്കാം. അത് ഇപ്പം ജില്ലയിലാണെങ്കിൽ ജില്ലയുടെ ആ കൺസ്യൂമർ പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉപഭോക്താവ് മരിച്ചാൽ, ഒരു ഉപഭോക്താവ് മരണപ്പെട്ടു പോവുകയാണ്, നമ്മൾ ഉപഭോക്തൃ കോടതിയിൽ ഒരു ഉപഭോക്താവ് ചോദ്യത്തിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു പോവുക എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഉപഭോക്താവ് മരിച്ചാല് നിയമപരമായിട്ടുള്ള അവകാശികൾ, പിന്നീട് വരുന്ന അവകാശികൾ ആരൊക്കെ എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഉപഭോക്താവ് പ്രായപൂർത്തിയായ ആളല്ലെങ്കിൽ എങ്ങനെയാ സംഭവിക്കും? ഇപ്പം പ്രായപൂർത്തിയായില്ല, 5 വയസ്സേ ഉള്ളൂ. നമ്മളിപ്പം ഒരാളിന് പ്രായപൂർത്തിയായി എന്ന് വിചാരിക്കുന്നത് അതിന് നിയമങ്ങളുണ്ട്. പോസ്കോ കേസിൽ പ്രായപൂർത്തി പറയുന്നത് 18 വർഷമാണ്. ബാലാവകാശ നിയമത്തിൽ പറയുന്നത് 14 വർഷമാണ്. അങ്ങനെ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ പോലും പ്രായപൂർത്തിയായ ആളല്ലെങ്കിൽ മാതാപിതാക്കളോ രക്ഷിതാക്കളോ ഗാർഡിയൻസിന് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഉപഭോക്തൃ സംഘടനകൾക്ക് കേസ് കൊടുക്കാൻ. ഉപഭോക്തൃ സംഘടനകൾ എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ട് ഒരു കേസ് എടുത്താൻ വേണ്ടി പെട്ടെന്നൊരു സംഘടന ഉണ്ടാക്കി. അപ്പം രജിസ്റ്റർ ചെയ്തതായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി കൊടുക്കാൻ പറ്റും. പിന്നെ കേന്ദ്ര ഉപഭോക്തൃ സമിതിക്കും പരാതി കൊടുക്കാൻ പറ്റും. ഇതാണ് ഈ 2019 ഒക്കെ നിയമങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. പിന്നെ നമ്മുടെ ഇപ്പം ജില്ലാ ഉപഭോക്തൃ കോടതി അവിടെ വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ എതിർകക്ഷി പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, വെള്ളത്തിൻ്റെ ഗവൺമെൻറ് സ്ഥാപനമാണ്, കറണ്ട് ഗവൺമെൻറ് സ്ഥാപനം, അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതിനകത്തൊരു പ്രവണതയുള്ളത് പലരും ഈ ഉപഭോക്തൃ നിയമത്തിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാറിപ്പോയ ഒത്തിരി വിഷയങ്ങളുമുണ്ട്. ഉപഭോക്തൃ നിയമത്തിൽ നിന്ന് മാറിയും ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ വരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു എക്സെപ്ഷനിലൂടെ മാറി നീക്കാൻ പല പ്രസ്ഥാനങ്ങൾക്കും അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലതിനല്ല. അത് ഉപഭോക്താക്കൾക്ക് വേണ്ട ഉപകാരം ചെയ്യത്തില്ല. പിന്നെ ഇവിടെ ഒരു താഴ്ന്ന നിലയിലുള്ള ഒരു ഉപഭോക്തൃ കോടതിയൊക്കെ ആയിട്ട് ഇത് മാറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ആ ഒരു രീതിയെ നമ്മൾ തീർച്ചയായിട്ടും പരിപോഷിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ലിമിറ്റേഷൻ ഓഫ് ടൈം ഉണ്ട്. ഏത് കേസിനുമുണ്ട് ലിമിറ്റേഷൻ ഓഫ് ടൈം. ഇതിന് 2 വർഷത്തിനുള്ളിൽ കേസ് കൊടുത്തിരിക്കണമെന്നുള്ളതാണ്. 10, 15, 20, 30 വർഷം കഴിഞ്ഞിട്ട് എന്നാ നമുക്കൊരു കേസ് കൊടുത്ത് കളയാം എന്ന് വിചാരിക്കുന്നതും ശരിയല്ല. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപാദകനുണ്ട്,
ഉപഭോക്താവുണ്ട്. ഇതിന്റെ നടുവിൽ വരുന്ന ഒരു വിഷയമാണ് ഉൽപ്പന്നം എന്ന് പറയും. ഉപഭോക്താവ്, വിൽപ്പനക്കാരന്, വാങ്ങുന്നയാള്, പിന്നെ വാങ്ങുന്ന സാധനം. അതാണ് നമുക്ക് പ്രശ്നം. ഉൽപ്പന്ന നിർമ്മാതാവ്, പ്രൊഡക്റ്റ് മാനുഫാക്ചറിനെ പറ്റി കാര്യമായിട്ട് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാട്ടുകൾക്ക് ശേഷമാണ് കൃത്യമായിട്ട് അറിയാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തുന്ന സമയത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് പോവാണ്. ആൻഡ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി തന്നെയാണ്. ആൻഡ് നമ്മോടൊപ്പം ഈ ഒരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഷെയർ ചെയ്യാൻ കൂടെ എത്തിയിട്ടുള്ളത് സോൾട്ട് എന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് വള്ളപ്പുരയച്ചനാണ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറർ ആരാണ് എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലാണ് നേരത്തെ പാട്ടിലേക്ക് പോയത്. ആ ഒരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ആരാണ് ഒരു ഉൽപ്പന്ന നിർമ്മാതാവ്? ഒരു ഉപഭോക്താവിന് പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉൽപാദകൻ ആരാണ് എന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പരാതികൾ തള്ളിപ്പോകും, അതിന് യാതൊരു വിലയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഉൽപ്പന്ന നിർമ്മാതാവിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കാര്യം, നമ്മൾ ഒരു പരാതിയുമായിട്ട് കൺസ്യൂമർ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ ആരാണ് നമ്മുടെ എതിർകക്ഷി എന്ന് നിജപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. അന്നേരം ഉൽപ്പന്ന നിർമ്മാതാവ്, പ്രൊഡക്റ്റ് മാനുഫാക്ചറർ, ഏതൊരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളോ നിർമ്മിക്കുന്നതായ ഒരു വ്യക്തി. അതിൻ്റെ ഭാഗങ്ങൾ നിർമ്മിച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നിർമ്മിക്കപ്പെട്ട ഭാഗങ്ങൾ സംയോജിപ്പിക്കുന്നതായ ഒരു വ്യക്തി, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാലും നിർമ്മിതമായ ഏതൊരു ഉൽപ്പന്നങ്ങളും സ്വന്തമായ മുദ്ര പതിക്കുന്ന അല്ലെങ്കിൽ പതിപ്പിക്കാൻ കാരണമാകുന്ന വ്യക്തി. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുകയും കൂടാതെ ആ ഉൽപ്പന്നം വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ഏതൊരു ഉൽപ്പന്നവും അതിൻ്റെ വിൽപ്പന നടത്തുന്നതിന് മുൻപ് രൂപകൽപ്പന ചെയ്തതോ ആയ വ്യക്തി, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പനക്കാരനായിരിക്കെ ആ ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാതാവും ഉൽപാദകനുമായിരിക്കുന്നതായ ഒരു വ്യക്തി. നിയമം പറയുമ്പോൾ ഇച്ചിരി മനസ്സിലാകാഴിക വരും, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളാണ്. ഉൽപാദകൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനുഫാക്ചറർ എന്നുള്ളത്. സോ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ്, പ്രൊഡക്റ്റ് മാനുഫാക്ചറർ ആരാണെന്നുള്ള ഒരു കൃത്യം ആൻസർ നമുക്ക് ഫാദർ ഫ്രാൻസിസ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്നെ പറ്റി. സോ ആ ഒരു ഡൗട്ട് നമ്മളൊരു പാട്ടിലേക്ക് പോയതിനു ശേഷമാണ് തീർക്കാനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. കേട്ടുകൊണ്ടിരിക്കുന്നത് SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് അന്ന. നമ്മൾ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയാണ്. ആൻഡ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ആക്ടിനെ പറ്റി, ഒരു ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി അറിഞ്ഞു. ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ തന്നെ അടങ്ങിയിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സിനെ പറ്റിയാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫാദർ ഫ്രാൻസിസ് വള്ളപ്പുര CMI ആണ്. അച്ഛൻ നമ്മുടെ സോൾട്ട് എന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറാണ്. അച്ഛാ, നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സിലേക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് കടക്കുവാണ്. നമ്മുടെ ഉപഭോക്താവ് എന്ന ഡെഫിനിഷനിലെ സാധനമോ സേവനമോ ആണ് വിഷയം. ഓക്കെ. നമ്മുടെ സേവനത്തെ കുറിച്ച് ഇതിനകത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ ഒരു നിർവചനം പറയുന്നുണ്ട്. ഈ നിർവചനത്തിൽ ഞാൻ മാറ്റപ്പെടുത്താതെ തന്നെ ഞാൻ ഇത് വായിക്കുകയാണ്. സർവീസ് എന്നത് അർത്ഥമാക്കുന്നത് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന വിധത്തിലുള്ള ബാങ്കിങ്, സാമ്പത്തികം, ഇൻഷുറൻസ്, ഗതാഗതം, നടപടിക്രമവൽക്കരണം, വൈദ്യുതിയോ മറ്റ് ഊർജ വിതരണമോ, ടെലികോം, താമസമോ താൽക്കാലിക താമസമോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ, ഗൃഹനിർമ്മാണം, ആഘോഷം, വിനോദം, വാർത്തയോ മറ്റു വിവരങ്ങളോ നൽകുന്ന സംവിധാനം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളാണ് സേവനത്തിൽ പെടുന്നത്. ഇനിയും അതിൻ്റെ എക്സെപ്ഷൻ ഉണ്ട്. എന്നാൽ സൗജന്യമായോ ഒരു വ്യക്തിഗത കരാറിന് കീഴിലോ നൽകുന്നതായ ഏതൊരു സേവനവും ഇതിൽ ഉൾപ്പെടുന്നില്ല. അതാണ് ഇത്. നമ്മുടെ സെഷൻ നീണ്ടുപോകുന്നത് എന്നെ കേൾക്കുന്ന ഉപഭോക്താക്കൾക്ക് ഒരു പരാതി കൊടുക്കാൻ അവരെ സജ്ജരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത്.
അച്ഛൻ നമ്മൾ ഒരു കൺസ്യൂമറിന്റെ റൈറ്റ്സിനെ പറ്റി സംസാരിച്ചു. അതുപോലെ കൺസ്യൂമറിന് ആർക്കെതിരായൊക്കെ പരാതി കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. സർവീസ് പ്രൊവൈഡേഴ്സിനെ പറ്റി പറഞ്ഞു. പക്ഷേ നമ്മൾ പറയാതെ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്, കൺസ്യൂമറിന്റെ ഡ്യൂട്ടീസ് അല്ലെ? കൺസ്യൂമറിന്റെ ഡ്യൂട്ടീസ് ശരിക്കും എന്താണ് ഒരു ഉപഭോക്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ? നമ്മൾ പലപ്പോഴും നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഭരണഘടന അവകാശങ്ങളാണ്. ഈ അവകാശങ്ങൾ മാത്രം നമ്മൾ നല്ലൊരു സമൂഹമല്ല. ഈ അവകാശങ്ങൾ മാത്രം തരപ്പെടുത്താൻ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സമൂഹം നല്ലൊരു സാംസ്കാരിക സമൂഹമല്ല. ആ റൈറ്റ്സ് കൂടെ ഉണ്ട്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിചാരം നമ്മുടെ കൺസ്യൂമേഴ്സിന് ഉള്ളത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുക. ഉപഭോക്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ കടമകൾ. ഒരു കമ്പനി നമുക്ക് എളുപ്പത്തിൽ ഈ ഉപഭോക്താക്കളുടെ സേവനം ലഭ്യമാക്കാൻ ഉറപ്പുവരുത്തുന്നതായിരിക്കും. നിങ്ങളൊരു കമ്പനിയിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സംവിധാനം അവർക്കുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും. അല്ലെങ്കിൽ അവിടെയും പോയി ഇവിടെയും പോയി വർഷങ്ങൾ കഴിഞ്ഞ് ഒന്നും പരിഹരിക്കപ്പെടാത്ത രീതിയിൽ നിങ്ങൾ ഒരു കൺസ്യൂമർ വിഷയത്തിൽ നിങ്ങൾ ചെന്ന് ചാടും. ഉപഭോക്താക്കളുടെ പരാതികളെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും. ഉദ്യോഗസ്ഥരുണ്ടെങ്കിലേ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പടി ഉടനെ കടന്നേക്ക്. അതിന് പ്രത്യേകമായിട്ട് ഉദ്യോഗസ്ഥരുണ്ടോ, അവർക്ക് സമയമുണ്ടോ, അവരെ വിളിച്ചാൽ കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ മാത്രമേ ഈ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഉത്തരവാദിത്തമുള്ള ഒരു ഉപഭോക്താവായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അല്ലെങ്കിൽ കാശുണ്ട്, ഒരു കാശുകാരനാണെന്നേ പറയാൻ പറ്റൂ. ഉത്തരവാദിത്തമുള്ള ഒരു ഉപഭോക്താവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ചെറിയ നഷ്ടങ്ങൾ പോലും പരാതി നൽകണം. അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം. എനിക്ക് കാശുണ്ട്, ഈ 10 രൂപയ്ക്ക് ഇനി എന്നാത്തിനാണ്? 10 രൂപ വേണ്ട കേട്ടോ, 1000 10,000 ഒക്കെ. ഞാൻ ഐസ്ക്രീം പാർലറുകാരോട് ഞാൻ ഉപഭോക്തൃ കോടതിയിൽ ഞാൻ പോയിട്ടുള്ളത്. ഐസ്ക്രീം പാർലർ ഒരു ചെറിയ കാര്യമല്ലേ. ഐസ്ക്രീമിന് അവർ കാണിച്ച ലിസ്റ്റിനേക്കാളും അധികം കാശ് മേടിച്ചത് കൊണ്ട് ഒരു ഉപഭോക്താവ് എൻ്റെ അടുത്ത് വന്നു. അയാളെ ഞാൻ സംരക്ഷിക്കണ്ടേ? തീർച്ചയായിട്ടും അയാളുടെ അവകാശമാണ്. കുറച്ച് മുൻപേ സൂചിപ്പിച്ച പോലെ. അപ്പോൾ ഒരു ചെറിയതോ വലുതോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ചെറിയ നഷ്ടമാണെങ്കിൽ പോലും പരാതി നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം. അടുത്തത്, നമുക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ, ഒരു ഉപഭോക്താവിന് സംതൃപ്തിയാണ് വിഷയം. നിങ്ങളൊരു ഫ്രിഡ്ജ് മേടിച്ചു, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രാത്രി മുഴുവൻ അത് ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഉള്ള സമാധാനവും പോകും അല്ലേ? നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഒരു ഫ്രിഡ്ജ് മേടിച്ചു, അത് ഈ പട്ടി കുരയ്ക്കുന്ന പോലെ രാത്രിയിൽ കുരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നമാണ്. ബേസിക് ആയിട്ടുള്ള ഉപഭോക്താവ് സംതൃപ്തമല്ലെങ്കിൽ ഈ കുരയ്ക്കുന്ന ഒരു സാധനം, ശബ്ദം ഉണ്ടാക്കുന്ന സാധനം മേടിച്ച് നിങ്ങൾ സംതൃപ്തിപ്പെടുന്നില്ല. അത് നിങ്ങൾ പിന്നെ സഹിക്കുക എന്നാണ് പറയുന്നത്. ഒരു ഉപഭോക്താവും സഹിക്കാൻ ഇവിടെ പറയുന്നില്ല. സഹിക്കുന്ന ഉപഭോക്താവിനെ നമുക്ക് ഉപഭോക്താവെന്നേ പറയാൻ പറ്റില്ല. അത് പുണ്യം എന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും. പിഴകളും നഷ്ടപരിഹാരങ്ങളും ആവശ്യപ്പെടുക. ഈ പിഴകളും നഷ്ടപരിഹാരങ്ങളും ഉള്ള ഒരു പ്രസ്ഥാനമാണെങ്കിൽ മാത്രം നിങ്ങൾ മോശം സാധനം തിരിച്ചടയ്ക്കുകയും മാറ്റി തരുന്നതിനുമുള്ള, അതായത് വാറണ്ടി പോളിസികൾ ഉള്ള പ്രസ്ഥാനമാണോ നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ ഗുണനിലവാര മാനദണ്ഡങ്ങളുണ്ട്. ഗുണനിലവാരത്തിനുള്ള മാനദണ്ഡങ്ങൾ ISIയുടെ മാനദണ്ഡമുള്ളതാണോ നിങ്ങൾ അന്വേഷിക്കണം. ഹോൾമാർക്ക് മാനദണ്ഡമുണ്ടോ, അഗ്മാർക്ക് ഉണ്ടോ, ISFO ഉണ്ടോ, FSSAI എന്നിവയാണ് ഈ ക്വാളിറ്റി നിശ്ചയിക്കുന്ന നമ്മുടെ രാജ്യത്തുള്ള നിബന്ധനകളാണ്. അതുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. പരസ്യങ്ങളുടെ പുറകെ പോകരുത്. വിൽപ്പനക്കാരൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും അരുത്. പരസ്യങ്ങൾ കാണാം, പക്ഷേ പരസ്യങ്ങളുടെ പുറകെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ അപകടപ്പെടും. പിന്നെ ഗുണനിലവാരം, അളവ്, മേന്മ, വില എന്നിങ്ങനെ തുലനം ചെയ്തു പോകുന്നതാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ നിങ്ങളൊരു കാർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഈ കമ്പനികളുടെ ഉപഭോക്തൃ പരിഹാര പ്രക്രിയകൾ നിങ്ങൾ ചോദിച്ചറിയണം. ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങളും കടമകളെയും പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒരു പാട്ടിലേക്കും പോകേണ്ടത് നമ്മുടെ ഒരു കടമയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അവകാശമാണ്. അപ്പൊ നമുക്കൊരു പാട്ട് വെച്ച് കൊടുക്കാം. അച്ഛൻ്റെ ഒരു ഓക്കെ വേണം? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്നുള്ളത് അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം നമ്മൾ തിരുമ്പി വരുവേൻ. SK ജംഗ്ഷൻ കൂടെയുള്ളത് തന്നെയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. Once again, welcome back to SK Junction only on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം സോൾട്ട് എന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഫാദർ ഫ്രാൻസിസ് വള്ളപ്പുരച്ചനാണ്. സോ ഇന്ന് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അറിവുകൾ ഇന്നത്തെ SK ജംഗ്ഷൻ കേട്ടതിലൂടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് അദ്ദേഹം അറിയേണ്ട കാര്യം, അല്ലെങ്കിൽ അവകാശങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇന്ന് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു ഇത്രയും നേരത്തെ ഒരു പ്രസൻസ് നമുക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്. ആക്ച്വലി ഇത്രയും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അച്ഛന് ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് ഉപഭോക്താവിനോട് അല്ലെങ്കിൽ എല്ലാ ഉപഭോക്താക്കളോടും എന്താണ് പറയാനുള്ളത്? ഞാൻ അവസാനമായിട്ട് നമ്മൾ ഒരു റോബോട്ടിക് യുഗത്തിനെ പ്രതീക്ഷിക്കുകയാണ്. റോബോട്ടിക്സ് ആൻഡ് AI നമുക്ക് രണ്ടും കൂടി കൂട്ടാണല്ലോ അല്ലേ? പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ എന്തായി തീരും? തീർച്ചയായിട്ടും നിയമങ്ങൾ വ്യത്യസ്തമായി. ഈ ആരോഗ്യമേഖല മുഴുവൻ റോബോട്ട് പിടിക്കുമോ എന്ന് സംശയത്തിലാണ് ഇപ്പോൾ. ഓപ്പറേഷൻസ് റോബോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക കാലഘട്ടം നമുക്കുണ്ടാവും. കാലഘട്ടങ്ങൾ മാറുമെങ്കിലും ഉപഭോക്തൃ നിയമം തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും. അതിൻ്റെ പരാതികൾ, അതിൻ്റെ അവകാശങ്ങൾ എല്ലാം ഉണ്ടാവും. ഇനിയും നമുക്ക് ചിന്തിക്കാൻ അധ്യായം 2 ഉണ്ട്, അധ്യായം 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഉപഭോക്തൃ സംരക്ഷണ സമിതി, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, മധ്യസ്ഥത. വളരെ നല്ലൊരു അധ്യായമാണ് മധ്യസ്ഥത. പിന്നെ പ്രൊഡക്റ്റ് ലയബിലിറ്റി, അതും നല്ലൊരു വിഷയമാണ്. പിന്നെ കുറ്റകൃത്യങ്ങളും പിഴ ശിക്ഷകളും അങ്ങനെയാണ്. 8ാമത്തെ അധ്യായം പല വകയാണ്, മിസലേനിയസ് ആണ്. തീർച്ചയായിട്ടും സർഗക്ഷേത്രയ്ക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം, ഇനിയും കേൾക്കാം. തീർച്ചയായിട്ടും കുറെ പേർക്ക് ഇനിയും അറിഞ്ഞുകൊണ്ടിരിക്കാം അല്ലേ? സോ നമ്മൾ എല്ലാവരും ഉപഭോക്താക്കളാണ്, കൺസ്യൂമേഴ്സ് ആണ്. നമുക്ക് ഏതൊരു ചെറിയ സംഭവം മുതൽ വലിയൊരു കാര്യമാണെങ്കിലും നമ്മൾ അതിനെ വാങ്ങുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു അവകാശങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2 എപ്പിസോഡുകളിലായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് തന്നെ അറിഞ്ഞു. എന്താണ്, എങ്ങനെയാണ്, ഒരു ഉത്ഭവം മുതൽ ഒരു അവസാനം വരെ ഒരു കുറച്ചൊരു ടൈമിൽ കൃത്യമായിട്ട് നമ്മുടെ ഫ്രാൻസിസ് അച്ഛൻ നമുക്ക് പറഞ്ഞു തരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്രയും സമയത്തിന് അച്ഛൻ ഒരുപാട് നന്ദി നമ്മുടെ സർഗക്ഷേത്ര ടീമിന്റെ വക ഞാൻ പറയാണ്. ഒരുപാട് സന്തോഷം നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ വന്നതിലും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു തന്ന് നമ്മളെല്ലാവരെയും അറിവുള്ളവരാക്കിയതിനും. സോ നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തത് സോൾട്ട് എന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായ ഫാദർ ഫ്രാൻസിസ് വള്ളപ്പുര അച്ഛനാണ്. അച്ഛാ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. തീർച്ചയായിട്ടും സർഗക്ഷേത്രയുടെ ഈ സേവനത്തിന് നിഷ്പാദക ലോയേഴ്സ്, ബെയർഫുട്ട് ലോയേഴ്സ് അല്ലെങ്കിൽ അവരെ തന്നെ തീർച്ചയായിട്ടും ഒരു നിയമപരമായിട്ടുള്ള എന്ത് കാര്യത്തിനും ഒരു അറിവ് ഉപഭോക്താക്കൾക്ക് അറിയേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും സർഗക്ഷേത്ര ചെയ്യുന്ന ഈ സേവനത്തിന് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ കലക്കൻ പരിപാടികളിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM-ലൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെ ഉണ്ടായിരുന്നത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര.